അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോണറ്റ് ചാർട്ട് ആണ്. അപ്പം ഡോണറ്റ് ചാർട്ട് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മള് നമ്മുടെ ഡാറ്റനെ പാർട്ട് മീൻസ് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡോണറ്റ് ചാർട്ട് ആയാലും നമ്മൾ പൈ ചാർട്ട് ആയാലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഡോണറ്റ് ചാർട്ട് എന്ന് പറയുമ്പോൾ എന്താ, സെന്ററിൽ ഒരു ഹോൾ ഉണ്ടാവും. അതാണ് പൈ ചാർട്ടിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഇത് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻസ് ഒക്കെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഹോൾ ഇവിടെ പൈ ചാർട്ടിനോ ഡോണറ്റ് ചാർട്ടിനുള്ളത്. ഓക്കെ. അപ്പോ ഡോണറ്റ് ചാർട്ട് എന്ന് പറയുന്നത് ടു ഇലിസ്ട്രേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് കമ്പോണൻസ് ടു എ ഹോൾ. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ് ബൈ റീജിയൻ, എക്സ്പെൻസ് ബൈ കാറ്റഗറി, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മീൻസ് അങ്ങനത്തെ വാല്യൂസ് ഒക്കെ കണ്ടിരിക്കും. ഇപ്പൊ കാറ്റഗറീസ്, ഓരോ കാറ്റഗറീസിന്റെ വാല്യൂ മീൻസ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ പവർ ബി ഐയിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അവർ ആദ്യം കസ്റ്റമർ ഡീറ്റെയിൽ റിപ്പോർട്ടിലാണ് ഡോണറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ടോട്ടൽ ഓർഡേഴ്സ് ബൈ ഇൻകം ലെവൽ. അപ്പൊ ഇതും കൊടുക്കണം, ടോട്ടൽ ഓർഡേഴ്സ്, അതായത് ഇൻകം ലെവലിന്റെ ബേസിൽ ടോട്ടൽ ഓർഡേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അതും വേണം. അതുപോലെ ടോട്ടൽ ഓർഡേഴ്സ് ബൈ ഒക്യുപ്പേഷൻ. അപ്പൊ ഡോണറ്റ് ചാർട്ട് നമുക്ക് വേണം. ആദ്യത്തേല് ഇൻകം ലെവൽ, ടോട്ടൽ ഓർഡേഴ്സും ഇൻകം ലെവലും, രണ്ടാമത്തേല് ടോട്ടൽ ഓർഡേഴ്സും ഒക്യുപ്പേഷനും. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇത് കസ്റ്റമർ ഡീറ്റെയിൽ പേജിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഡോണറ്റ് ചാർട്ട് എടുത്തു. നെക്സ്റ്റ് അതിലേക്ക് ടോട്ടൽ ഓർഡേഴ്സും അതുപോലെ ഇൻകം ലെവലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്താ, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്താണ് ഇൻകം ലെവൽ, ആവറേജ്, ലോ, ഹൈ, വെരി ഹൈ എന്നുള്ളത്. അപ്പൊ അതിന്റെ ബേസിൽ എനിക്ക് എന്ത് കിട്ടി, ടോട്ടൽ ഓർഡേഴ്സ് കിട്ടി. ഇത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ആവറേജ് ആണ് കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ലെജൻഡ്സ് മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ലെജൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അവിടെ ലെജൻഡ്സ് കാണാൻ പറ്റില്ല. പകരം ഇതിനുള്ളിൽ വേണമെങ്കിൽ കാണണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. പിന്നെ നമുക്ക് എന്താ, കണ്ടോ, കളേഴ്സ്. ഇപ്പം ഓരോന്നിനും ഓരോ കളേഴ്സ് ആണ്. ആവറേജ്, ലോ, ഹൈ, വെരി ഹൈ, ഓരോന്നിനും ഓരോ കളർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്താ, കളറ് മാറ്റി കൊടുക്കാം. കണ്ടോ, അപ്പം ഇങ്ങനെ കളറ് മാറ്റി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. കണ്ടോ, ഇനി ഡീറ്റെയിൽ ലേബിൾസ് ഓഫ് ചെയ്തിട്ടാണെങ്കിൽ എന്താ, ആവറേജ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായില്ല, ആവറേജിന്റെ ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, ന്യൂമറിക്കൽ വാല്യൂ അവിടെ ഓഫ് ആയി കിടക്കും. ഇനി നമുക്ക് അതിന്റെ പൊസിഷൻ ഇൻസൈഡിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എന്താ, പ്രിഫർ ഔട്ട് സൈഡ്, അല്ലെങ്കിൽ പ്രിഫർ ഇൻസൈഡ്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, വാല്യൂസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇൻകം ലെവലും അതിന്റെ ഒപ്പം തന്നെ അതിന്റെ വാല്യൂവും കൊടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം എങ്ങനെയായിരുന്നു, ആ ഒരു കാറ്റഗറി മാത്രമേ മീൻസ് ആ ഒരു ഡാറ്റ വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ കാറ്റഗറിയും അതുപോലെ ഡാറ്റ വാല്യൂയും കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താ, ഈ ലെജൻഡ് വേണമെങ്കിൽ ഇവിടെ ഓഫ് ചെയ്തിടാം, കാരണം ഓൾറെഡി ഇവിടെ ആവറേജ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിനി വേണമെങ്കിൽ ടൈറ്റിൽ മാറ്റമെങ്കിൽ മാറ്റാം, നേരത്തെ യൂസ് ചെയ്ത സെയിം ഫോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു ഡോണറ്റ് ചാർട്ട് കൂടി വേണം. അപ്പൊ ഞാൻ ഈ സെയിം സംഭവം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ്, എന്നിട്ട് എന്താ, ഞാൻ വാല്യൂസ് മാത്രം മാറ്റി കൊടുക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇൻകം ലെവൽ അല്ല വരുന്നത്, ഇവിടെ എന്താ വരുന്നത്,